VC നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPM. വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ ഭിന്നതയുണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പാർട്ടി ഐക്യകണ്ഠേന അംഗീകരിച്ചു. സമവായത്തിന് മുൻകൈയെടുത്തത് ഗവർണറെന്നും പാർട്ടി വ്യക്തമാക്കി. ആഷിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. ആഷിൻ, മുഖ്യമന്ത്രിക്ക് വിമർശനം ഉയർന്നു എന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് പിന്തുണയായാണ് CPM രംഗത്തെത്തുന്നത്? ഒപ്പം മറ്റൊരു കാര്യം പറയുന്നത് ഗവർണറാണ് ഈ സമവായത്തിന് മുൻകൈയെടുത്തത് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഏത് രീതിയിലായിരുന്നു ഗവർണർ അത്തരത്തിൽ മുൻകൈയെടുത്തെന്ന കാര്യം കൂടി ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകുമല്ലേ? ശ്രുതി, തീർച്ചയായും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനത്തിൽ സർക്കാർ ഗവർണറുമായി സമവായത്തിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ മാത്രം തീരുമാനമാണ്. ഈ തീരുമാനം കൊണ്ട് പാർട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള ഗുണവും ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം ഉയർന്നത്. CPM-നുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിയോജിപ്പുകൾ തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാർട്ടി ഏറെ വൈകി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. CM-നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവന തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വാർത്താക്കുറിപ്പായി പുറത്ത് ഇറക്കിയിട്ടുള്ളതും. ഇതിൽ പറയുന്നത് പാർട്ടിയിൽ ഭിന്നതയുണ്ട്. അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഭിന്നതയുണ്ടായി എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് പുറത്തിറക്കിയിട്ടുള്ളതും. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുമുള്ള ഭിന്നത ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല. പകരം ഇതൊരു മുൻകൈ പ്രശ്നപരിഹാരത്തിന് സമവായത്തിന് മുൻകൈ എടുത്തത് ഗവർണറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ യാതൊരു വിധത്തിലുമുള്ള വിമർശനം ഉണ്ടായിട്ടില്ല. പാർട്ടി ഒറ്റക്കെട്ടായാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഗവർണറുടെ കീഴിലേക്ക് സർക്കാർ ഈ ഒരു വിഷയത്തിൽ സർക്കാർ തലകുനിച്ചു എന്നതടക്കമുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശദീകരണങ്ങൾ മറുഭാഗത്തുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏറെ വൈകി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഏറെ വൈകിയ ശേഷമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളതും. ശരി, വ്യക്തമാണ്. ആഷിൻ ഡിയാഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.